ഒരു മണ്ണാങ്കട്ടയും കരയിലെയും ചങ്ങാതിമാരായിരുന്നു. രണ്ടുപേരും സ്നേഹത്തോടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ആകാശം പെട്ടെന്ന് മേഘാവൃതമായി. ആകാശം മേഘാവൃതമായപ്പോൾ മണ്ണാങ്കട്ടയുടെ ഭാവം മാറി. അത് കരിയിലയോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇല്ലാതായി പോവും. മഴ പെയ്യും. മഴ എൻ്റെ ദേഹത്ത് പതിച്ചാൽ ഞാൻ അലിഞ്ഞില്ലാതാവും. കരിയില പറഞ്ഞു, വിഷമിക്കേണ്ട, നീ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിൻ്റെ പുറത്ത് കയറിയിരിക്കാം. അപ്പോൾ എത്ര മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം പോലും നിൻ്റെ ദേഹത്ത് പതിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. മഴ പെയ്തു. മണ്ണാങ്കട്ട കരിയിലയുടെ അടിയിലായതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും മണ്ണാങ്കട്ടയുടെ ദേഹത്ത് പതിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാറ്റ് വീശാൻ തുടങ്ങി. കരിയിലേക്ക് ആകെ ഭയമായി. തന്നെ ഇപ്പോൾ കാറ്റ് പറത്തിക്കൊണ്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ കരിയില വിഷമിക്കുമ്പോൾ മണ്ണാങ്കട്ട പറഞ്ഞു, എന്നെ മഴയിൽ നിന്ന് രക്ഷിച്ച നീ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ പുറത്ത് കയറിയിരിക്കാം. കാറ്റ് എത്ര വീശിയാലും നിന്നെ പറത്തിക്കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ കരിയിലയുടെ പുറത്ത് മണ്ണാങ്കട്ടയും കയറിയിരുന്നു. കാറ്റ് വീശി കരിയില എങ്ങും പറന്നുപോയില്ല. പ്രിയരെ, കഥയുടെ സാരം വളരെ വ്യക്തമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുത്തും വാങ്ങിയും മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എത്രയെല്ലാം സമ്പത്തുണ്ടായാലും എത്രയെല്ലാം ഉന്നത പദവിയിലെത്തിയാലും ആരും സ്വയം പര്യാപ്തരല്ല. അവരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വാർത്ഥതയോടുകൂടെ പെരുമാറില്ലെന്നേ. ഗോഡ് ബ്ലെസ് യു.